നമുക്ക് ഇത് ഇവിടെ കിട്ടുന്ന ഒരു പച്ചക്കറിയാണ്, ടർണിപ്പ് എന്ന് പറയും. അത് വെച്ച് നമുക്ക് മീനില്ലാതെ മീൻ കറി ഒന്ന് വെച്ചാലോ. അപ്പം ഞാൻ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില. നമ്മുടെ കുടംപുളി അല്ലെങ്കിൽ മീൻപുളി ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കടുക്, ഉലുവ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾക്ക് വെളുത്തുള്ളി, സവാള, ചെറിയ ഉള്ളി, അതുപോലെ തന്നെ ഇഞ്ചി എല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ട് വഴറ്റിയെടുക്കാം. നമുക്ക് വഴറ്റിയതിന് ശേഷം പുളിവെള്ളം ചേർത്ത് കൊടുക്കാം, തിളപ്പിച്ച വെള്ളം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പുമിട്ട് തിളപ്പിക്കാൻ വെക്കുക. തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണം ഇട്ട് കൊടുക്കാമേ. ഇത് നന്നായിട്ട് കിടന്ന് വെന്ത് പറ്റി വരുമ്പോൾ ചെറിയതായിട്ട് ഒരു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ എണ്ണ എന്തെങ്കിലും ഒന്നിച്ചിരി ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ കറി റെഡിയാക്കും. ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുമ്പോൾ, ഈ കഷ്ണത്തിൻ്റെ ടെക്സ്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ കപ്ലങ്ങ, ഓമയ്ക്ക എന്നൊക്കെ പറയത്തില്ല, അതേപോലെ ഇരിക്കും. ഇത് വെന്തങ്ങ് ഉടഞ്ഞു പോകത്തില്ല, കഷ്ണം പോലെ തന്നെ കിടക്കത്തേ ഉള്ളൂ. ഇതൊരു നാളെയൊക്കെ ആകുമ്പോഴത്തേന്, നാളത്തേക്കൊക്കെ ഒന്ന് വെച്ച് കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ അകത്ത് പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. മീൻകറി പോലെ തന്നെ കൂട്ടാൻ പറ്റും. ഇത് നമുക്കിതിന് പകരം വേറെ എന്തെങ്കിലുമൊക്കെ നാട്ടിൽ കിട്ടുന്ന ചേമ്പ് അങ്ങനെയൊക്കെയുള്ള കഷ്ണങ്ങൾ വെച്ച് നമുക്ക് ഇതേപോലെ മീനില്ലാതെ മീൻകറി ഉണ്ടാക്കിയെടുക്കാം ഈ നോയമ്പ് സമയത്ത്. കറി റെഡി ആയിട്ടുണ്ട്. ഇതാണ്ട് കുറുക്കണമെങ്കിൽ കുറച്ചുകൂടെ കുറുക്കിയെടുക്കാം. ഇതിപ്പോൾ ആവശ്യത്തിന് കുറുക്കും, ഇവിടെ ചാറ് വേണ്ടതുകൊണ്ടാണ്. അപ്പം നന്നായിട്ട് എൻ്റെ കഷ്ണങ്ങളൊക്കെ ഉടയാതെ നല്ല രീതിയിൽ കിട്ടും. ഒന്നെല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു നോയമ്പിൻ്റെ സമയത്ത് നമുക്ക് പുളിയൊക്കെ ഉള്ള ഫുഡ് കഴിക്കാൻ, ചോറിൻ്റെ കൂട്ടൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുപോലെ കപ്പയൊക്കെ ഒന്ന് വേവിച്ചിട്ട് ഈ കറി ടേസ്റ്റാണ്.